കൊറോണ സമയത്ത് പ്രമോദേട്ടൻ എന്തൊക്കെയോ ഒരു 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 കൊറോണ സമയത്ത് ഒന്നല്ല ഒന്ന് രണ്ട് വലിയ സന്തോഷകരമായും ദുഃഖകരമായ കാര്യങ്ങളുണ്ടായി. അത് പറയാം. അതിൽ ഏറ്റവും രസം എന്ന് പറഞ്ഞാൽ ഞാനിങ്ങനെ ഇത് വല്ലാതെ ഡ്രൈ ആയിരുന്നു വീട്ടിലേക്ക്. ഒരു പണിയില്ല, നമ്മൾ എല്ലാ രാത്രികളും നാടകം കളിക്കാതെ വരുന്നതിൻ്റെ ബുദ്ധിമുട്ടും ഉറക്കമില്ലായിരുന്നു. അതൊരു സത്യമാണ്. നമ്മൾ ഇത്രയും വർഷം ഇങ്ങനെ ഉറങ്ങാതിരുന്നിരുന്ന് 2 മണി 3 മണിക്കൊക്കെ ഒന്ന് കിടക്കുന്നത്. പക്ഷേ എഴുന്നേക്കുന്ന ഈ രാവിലെ കാപ്പൂടി ഇല്ലായിരുന്നു. കാരണം 10-11 മണിക്ക് എഴുന്നേക്കുന്നത്, പിന്നെ കാപ്പൂടിക്കുകയില്ല. അങ്ങനത്തെ ഒരു കുറേ വർഷങ്ങളായി എന്തൊടുത്ത് പോരുന്നുണ്ട്. അങ്ങനെ ഞാൻ ഒരു ദിവസം ഇങ്ങനെ എൻ്റെ കുറേ കാർഡ്ബോർഡും മറ്റേ അതും ഇതൊക്കെ കിട്ടിയപ്പോൾ എനിക്കൊരു തോന്നി, പണ്ട് ഞാൻ ചെയ്യുമായിരുന്നു ചെറുപ്പത്തിലായിരുന്നു. ഇങ്ങനെ ചെറിയ സ്റ്റേജ് ഉണ്ടാക്കും, മിനിയേച്ചർ പോലെ ഒരു അമ്പലപ്പുറം അങ്ങ് സെറ്റ് ചെയ്തു. നാടക വണ്ടി കിടക്കുന്നു, ബോക്സ് കിടക്കുന്നു, അമ്പലം കാണുന്നു, മറ്റേ സ്റ്റേജിൽ നടന്മാർ നിൽക്കുന്നു, എല്ലാം കറക്റ്റ് ഒരു ലൈറ്റ് സെറ്റപ്പ് എല്ലാം കൂടെ കൂടി റെഡിയാക്കി. വൈകുന്നേരം പിള്ളേരെ വിളിച്ചിരുത്തിയാണ് കട്ടപ്പൊക്കെ കാണിക്കും. എന്നിട്ട് ലൈറ്റൊക്കെ ചെറിയ ലൈറ്റൊക്കെ ഇട്ടിട്ട് നമ്മുടെ ഈ മനോരമ മംഗളം പോലുള്ള വീക്കിലിക്കകത്തൊക്കെ നോവലിൻ്റെ കൂടെ ക്യാരക്ടറിനെ വരയ്ക്കുമല്ലോ, ആ ക്യാരക്ടർ കട്ട് ചെയ്തെടുക്കും. എന്നിട്ട് കിണറിൻ്റെ അപ്പുറത്തൊക്കെ ഈർക്കിലേക്ക് കുത്തിക്കുന്നു നിർത്തും. അപ്പോൾ അവർ നോക്കും, ദൂരെ നോക്കി കിണറിനകത്ത് ആൾ നോക്കി നിൽക്കുന്നു, SI വന്നിങ്ങനെ നിൽക്കുന്നു, കട്ടൗട്ടറൊക്കെ എല്ലാം ഉണ്ടാക്കി. അത് രസമാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ. അതെനിക്ക് ഭയങ്കര രസമാണ്. ഞാൻ മോനോട് പറയുകയാണ്, നീ നോക്കിക്കോ സകല ചാനലുകാരൻ നമ്മുടെ വീട്ടിൽ വരുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിത് ചെയ്യുമ്പോൾ എന്താണ് വേറെ പറഞ്ഞു, ഞാൻ പറഞ്ഞു ചുമ്മാ രസമല്ലടാ എന്ന് പറയുന്നത്. അങ്ങനെ വന്ന് കേരളത്തിലെ മിക്ക ചാനലുകാരും ഞാൻ വീട്ടിൽ വരുത്തി വന്നു. ഇതൊരു മുൻധാരണ ഉണ്ടായിരുന്നു? ഒരിക്കലും ഇല്ലായിരുന്നു. പക്ഷെ ഞാൻ ചുമ്മാ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഇത് നമ്മുടെ ഒരു എന്താ പറയുക, നമ്മൾ നമ്മുടെ വേദനയെ കാണിക്കുകയായിരുന്നു. ഇത് നമുക്കിതില്ലാതൊരു ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാനൊക്കെ അല്ലേ, വേറൊന്നും അറിയില്ലല്ലോ. ഇതും അറിയാവുന്നില്ല. പിന്നെ നമ്മൾ ചെയ്യുന്നത് മോശമല്ലാതെ ആളുകൾ സ്വീകരിക്കുന്നുള്ളതുകൊണ്ടാണ്. അല്ല ഇതിൻ്റെ A to Z അല്ലെ അടിസ്ഥാനപരമായ ഒരു കാര്യം അറിയില്ല. ഞാൻ എല്ലാ വാദ്യോപകരണങ്ങളും കൈകാര്യം ചെയ്യാം. അടിസ്ഥാനപരമായി അറിയില്ല, പക്ഷേ കൊട്ടും എന്നുള്ള സത്യമാണ്. നമ്മളെ കണ്ടിച്ചിട്ട് ഇറച്ചി വരെ താളത്തിനേ തുള്ളത്തുള്ളൂ. അത് വേറെ കാര്യം. അതാണ് നമുക്കുള്ള ഒരു കോൺഫിഡൻസ്. തീർച്ചയായിട്ടും. ഈ ദുഃഖകരമായ കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ഫ്രീ ആയി ഇരുന്നപ്പോൾ എല്ലാവരും പറഞ്ഞ്, അപ്പം എല്ലാവരും പറഞ്ഞു നമുക്ക് ആറ്റിൽ കക്ക വാരാൻ പോകാമെന്ന് പറഞ്ഞു. കക്ക വാരാൻ പോവാം. അപ്പോൾ കക്ക വാരുന്നപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത്, ഒരു പത്രപ്രവർത്തകനുണ്ട്, പുള്ളി ഒരു സമയം വിളിച്ചു, എന്നാടാ പരിപാടിയൊക്കെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അണ്ണാ ചുമ്മാ കക്ക വാരാനൊക്കെ പോകുന്നു പറഞ്ഞു. കക്ക വരാൻ പോകുന്നതാണ്. നമ്മൾ എല്ലാവരും കൂടി പോകുന്നു. ചുമ്മാ രസം. പുള്ളി അതൊരു ഫീച്ചറാക്കി എന്നോട് നീ ചുമ്മാ കക്ക വരുന്ന ഫോട്ടോ എടുത്തിടാൻ പറഞ്ഞു. മൊബൈലിൽ തന്നെ ഞാൻ ഫോട്ടോ എടുത്തിട്ട് പിറ്റേ ദിവസം പുള്ളി ഭയങ്കര വാർത്തയായിട്ട് കൊടുത്ത്, കലാകാരൻ കക്ക വാരി ഉപജീവനം നടത്തുന്നൊക്കെ പറഞ്ഞുകൊണ്ട്. എനിക്കത് സത്യത്തിൽ ഭയങ്കര പ്രയാസമായിപ്പോയി. അത്രത്തോളം ഇതിലേക്ക് വന്നില്ല. പുള്ളി അതിനൊരു പുള്ളിയുടെ കയ്യിൽ നിന്ന്, പത്രപ്രവർത്തകനായിട്ട് പുള്ളിയുടെ അത് പുള്ളി അങ്ങ് വായിച്ചു. ഞാൻ അത് വേണ്ടായിരുന്നില്ല. അല്ലടാ അതല്ല, ശരിക്കും ഈ ഇഷ എന്ന് പറഞ്ഞ സിനിമ ആ സമയത്ത് ഇറങ്ങുക, കൊറോണ സമയത്ത്. ഞാൻ ത്രൂ ഔട്ട് ക്യാരക്ടർ ചെയ്തൊരു വേഷം. അപ്പോൾ അതിനുവേണ്ടി പുള്ളി ഒരു ഇൻ്റർവ്യൂ എടുത്തു തരും. അപ്പോൾ ഈ കൊറോണ വന്നപ്പം അതങ്ങ് ഞെങ്ങിപ്പോയിട്ട് പുള്ളി പകരം ഒരു സഹായം ചെയ്താൽ അത് ആ വാർത്ത വന്നു. അതിൻ്റെ ഇതെല്ലാം കെട്ടടക്കി ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോൾ ഒരാളെന്നെ വിളിച്ചിട്ട്, മോദേ പത്രത്തിൽ കിടപ്പുണ്ടല്ലോ. ഞാൻ പറയും, അത് 3-4 ദിവസം മുമ്പല്ല. അല്ലല്ല, ഇന്നത്തെ പത്രത്തിലുണ്ട്. ഞാൻ ഇന്നത്തെ പത്രം, ഞാൻ ആർക്കും ഒരു ഇത് കൊടുത്തിട്ടില്ല. അല്ല, ഇന്നൊരു വാർത്ത കിടപ്പുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞു, ഇന്നെ ആ പത്രം ഞാൻ പേര് പറഞ്ഞില്ല, ഇന്നൊരു പത്രത്തിൽ വാർത്ത ഇടണമെന്ന് പറഞ്ഞു. ഞാൻ പക്ഷെ അതങ്ങനെ മോശമല്ല, അങ്ങനെ വീണ്ടും അതങ്ങനെ പോകുന്നത്. കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ എനിക്ക് പതിവില്ലാതെ എൻ്റെ സൗഹൃദ വലയങ്ങളിൽ നിന്നൊക്കെ ഫോൺ വരാൻ തുടങ്ങി. അല്ലാതെ ഹലോ എന്ന് വിളിക്കുമ്പോൾ ഞാൻ അണ്ണാ എന്തുണ്ടെന്ന്, നിനക്ക് വല്ലതും പറ്റിയോ? ഞാൻ പറഞ്ഞില്ല. ഒന്നുമില്ല, ചുമ്മാ വിളിച്ചാൽ വെച്ച് അടുത്ത ആൾ വിളിക്കുന്നത്. അങ്ങനെ പലയിടത്തുനിന്ന് ഇങ്ങനെ കോൾ വരാൻ തുടങ്ങി. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഫ്രാൻസിസ് മാവലിക്കനെ വിളിച്ചു. ഹലോ, ഞാൻ പറയാം ഹലോ എന്നാടാ എന്ന്. ഞാൻ പറയാം എന്നാ സാറേ വിളിച്ചത്, നിനക്ക് എന്തെങ്കിലും വയ്യാഴികയോ വല്ലതും പറ്റിയോ വല്ലോ? ഞാൻ പറഞ്ഞില്ല. പറഞ്ഞ പുള്ളി ചീത്ത പറഞ്ഞ് ഒരു ലൈവ് ഓടാന്ന് പറഞ്ഞു. ഈ നമുക്ക് കുഴപ്പമൊന്നുമില്ല, നമ്മുടെ ലൈവ് പോകുന്നു. എന്നാന്നറിയാം, നമ്മുടെ ചാലക്കുടി പരിസരത്തുള്ള ഒരു ഏജൻറ്റ് ഈ പത്രം കണ്ട്, പുള്ളിക്ക് ഷുഗറിൻ്റെ അസുഖമുള്ള. അപ്പോൾ ഈ പത്രം ഇങ്ങനെ നിലത്തിട്ടിട്ട് പുള്ളി ഇങ്ങനെ ചുമ്മാ മറിച്ച് നോക്കിയപ്പോൾ മേളിൽ നിന്നുള്ള ആയെങ്കിലും പുള്ളി കണ്ടത് മികച്ച നടൻ മുങ്ങിച്ചത്തു കക്ക വാരിയപ്പോൾ വായിച്ചത്. അയ്യോ, മനസ്സിലായി? മികച്ച നടൻ മുങ്ങിച്ചത്തു കക്ക വാരി. മികച്ച നടൻ മുങ്ങിത്തപ്പുന്നു കക്ക വാരാനാണ് ഹെഡിങ് ശരിക്കും. അത് പുള്ളി വായിച്ചത് മികച്ച നടൻ മുങ്ങിച്ചത്തു കക്ക വാരിയപ്പോൾ. പുള്ളി ബാക്കിയൊന്നും നോക്കില്ല, എൻ്റെ പടം കൊണ്ട് പത്രം അടച്ച് പുള്ളി ഒരു 2-3 പേർക്ക് കുവൈറ്റിൽ നിന്ന് വരെ കോള് വരാൻ തുടങ്ങി. മരിച്ചെന്ന് പറഞ്ഞ് മുഴുവൻ അത് നമ്മുടെ ഈസ്റ്ററിന് അതാണ് ഏറ്റവും വലിയ രസം. എല്ലാവരും ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര തമാശയായിട്ട് തോന്നി. അപ്പോൾ ഈ വിളിക്കുന്നവരൊക്കെ എൻ്റെ ശബ്ദം കേൾക്കും, ഞാൻ മരിച്ചിട്ടില്ലല്ലോ, പ്രമോദ് തന്നെയാണോ സംസാരിക്കുന്നതൊക്കെ ചോദിക്കാൻ തുടങ്ങി. അപ്പം പിന്നെ എനിക്ക് കോള് മനസ്സിലായി, ഞാൻ മരിച്ചു പോയായിട്ട് മൊത്തം വാർത്ത വന്നു എല്ലാവരും ഉണ്ട്. അങ്ങനെ ലാസ്റ്റ് അമ്മയും വൈഫൊക്കെ അറിയാൻ തുടങ്ങി. അവരുടെ കയ്യിൽ നിന്ന് പോയി ലൈവ് പോകുമ്പോഴേ ഞാൻ പ്രമോദ് വിളിയാണ് കുഴപ്പമൊന്നും ഇല്ല എന്ന് പറയുമ്പോൾ കോള് വരും. അപ്പോൾ ഈ ലൈവ് കട്ടാവും. അപ്പോൾ അടുത്ത ആൾ എന്നാടാ നീ ലൈവ് വന്നു, എന്നാ പറ്റി, നിനക്ക് എന്നാ പറ്റും? അയ്യോ, രാത്രി 12:30 വരെ. ഇത് നുണയല്ല, എൻ്റെ കുഞ്ഞാണ് സത്യം. പക്ഷേ വലിയൊരു സത്യം. അതിനുശേഷമാണ് എനിക്കൊരു ട്രെയിനിങ് പോയിന്റ് ഉണ്ടായിട്ടുണ്ട്. അതൊരു വലിയ അത് പുള്ളി അറിഞ്ഞിട്ടില്ല. പുള്ളി നമ്മുടെ ഇഷ്ടം കൊണ്ടങ്ങ് അങ്ങനെ പറഞ്ഞു പോകാം. പക്ഷേ ഇങ്ങനെ ഒരു ഇത് ജീവിതത്തിൽ അങ്ങനെ ഒരു രസകരമായ കൊറോണ വന്നു. പിന്നെ എനിക്ക് സിനിമ തന്നു. കൊറോണയാണ് നമ്മുടെ. വളരെയധികം സന്തോഷം. പ്രമോദേട്ടൻ പറഞ്ഞതുപോലെ ആ മനസ്സിൽ തട്ടി പറഞ്ഞല്ലോ, ഞാൻ
വരും. അതൊരു ധൈര്യം, അത് സാധാരണക്കാരൻ അങ്ങനെ പറയാൻ പറ്റില്ല. അത് നമ്മുടെ കഴിവിലുള്ള വിശ്വാസമാണ് പറഞ്ഞത്. ഇപ്പം